അറബിക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കോട്ടയാണ് ബാഗൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും കൂടിയാണ് ഇത്. 17ാം നൂറ്റാണ്ടിലാണ് ഇത് ആരംഭിച്ചത്. ഈ കോട്ട പ്രധാനമായിട്ടും പ്രതിരോധ ആവശ്യങ്ങൾക്കാണ് നിർമ്മിച്ചത്. ഈ കോട്ടയുടെ ആദ്യഘട്ട നിർമ്മാണം ഈക്കേരി നാടുവാഴിയായ ശിവപ്പ നായകൻ നടത്തിയതാണെന്നാണ് ചരിത്രം പറയുന്നത്. മൈസൂരിലെ രാജാവായിരുന്ന ഹൈദർ അലി 1763 അടുപ്പിച്ചിട്ട് ഈ കോട്ട കൈയടക്കി. ടിപ്പു സുൽത്താന്റെ കാലത്ത് ഈ കോട്ട ഒരു പ്രധാന സൈനിക കേന്ദ്രമായിട്ട് മാറി. പിന്നെ ടിപ്പു സുൽത്താന്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം മുഴുവനും ബ്രിട്ടീഷ് അധികാരത്തിന്റെ നിയന്ത്രണത്തിലായി. ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് മുഴുവനും ചെങ്കല്ല് കൊണ്ടാണ്. ഈ കോട്ടയുടെ ഉള്ളിൽ ഒരു ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ കോട്ടയുടെ പുറത്ത് ഹൈദർ അലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയും ഉണ്ട്. കടലിനെ അഭിമുഖീകരിച്ചിട്ട് കൂറ്റൻ മതിലുകൾ, വെടിക്കോപ്പുകൾ സ്ഥാപിച്ചിരുന്ന തുറവുകൾ, ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വാച്ച് ടവർ, മഴവെള്ളം ശേഖരിക്കാൻ ഒരുക്കിയ ജലസംഭരണികൾ, ഇതെല്ലാമാണ് ഈ കോട്ടയുടെ പ്രത്യേകതകൾ. അതേപോലെ തന്നെ ഈട രാജമന്ദിരങ്ങളോ താമസ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലേ. ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈവശപ്പെടുത്തിയെങ്കിലും അവർ ഈ കോട്ട വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മെല്ലെ മെല്ലെ ഇത് അവഗണിക്കപ്പെടുകയും ചെയ്തു. ഇപ്പം ഈ കോട്ട സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഈ കോട്ട കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അഭിമാന ചിഹ്നം കൂടിയാണ്. എന്നാ പിന്നെ ശരിയപ്പ, ഓക്കെ ബൈ.